ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോയായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ഉൽപ്പന്നങ്ങളാണ്, നമ്മുടെ ചക്ക വിഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഞാനിത് എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലുള്ള അൻവർക്കയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അൻവർക്കനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ചക്ക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാട്സപ്പ് ത്രൂ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ചെറിയ വിവരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പം 37 സർജറികൾ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിന് അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ കൂടിക്കലർന്നൊരു അസുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അസുഖത്തിൻ്റെ മെഡിക്കൽ ടേംസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അദ്ദേഹം ചോദിച്ചപ്പോഴും ആ വിവരണത്തിലുണ്ടായിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അസുഖം. വളരെ റയറായിട്ട് വരുന്ന ഒരു അസുഖമാണിത്. അപ്പോൾ അദ്ദേഹത്തിന് 8ാം ക്ലാസ് മുതലെങ്ങാണ്ട് അസുഖം ഐഡൻറ്റിഫൈ ചെയ്തു. അന്ന് മുതൽ തുടങ്ങിയ ചികിത്സയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഒരുപാട് വേദനകളിലൊക്കെ കൂടെ കടന്നു പോകുന്നൊരു മനുഷ്യനാണ്. ഈ വേദന എന്ന് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പോയിന്റ്. അദ്ദേഹം പറഞ്ഞത് 10 ജന്മം കൊണ്ട് അനുഭവിക്കേണ്ട വേദനയും ഒറ്റപ്പെടലും അദ്ദേഹം ഈ 40 കൊല്ലം കൊണ്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പം എത്രത്തോളം ഉണ്ടോ അദ്ദേഹത്തിൻ്റെ അസുഖവും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ആ ഒരു വാക്യം തന്നെ. അപ്പം ഞാൻ ഈ ചക്ക ഉൽപ്പന്നത്തിൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഞാൻ വാങ്ങിച്ചത്, ആ ഒരു സ്റ്റോറി കേട്ടത് കൊണ്ട് കൂടിയാണ് വാങ്ങിച്ചത്. കാരണം ഇത്രയും ക്യാഷിനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞത് ലാസ്റ്റ് ഗതിയില്ലാണ്ട് ഭിക്ഷാടനത്തിന് വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് അദ്ദേഹത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് പൈസ തരാമോ എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി, അങ്ങനെയല്ല ചോദിച്ചത്, എനിക്ക് ഈ ഉൽപ്പന്നം വാങ്ങിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഷോപ്പ്, പ്ലാവില എന്നാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ പേര്. ആ പ്ലാവില എന്നുള്ള ആ ഷോപ്പ് അദ്ദേഹം നടത്തിക്കൊണ്ട് പോവാണ്. ഇപ്പം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ എല്ലാവരും കൊറോണ കാലത്ത് ഫേസ് ചെയ്യുന്ന പോലെ അദ്ദേഹം ഈ കൊറോണ കാലം വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് നമുക്കെന്താ പൈസയായിട്ട് കൊടുക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്താൽ മതി. നമ്മളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് എത്ര റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ്. ഇതിൽ ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതിനെല്ലാത്തിനും കൂടിയിട്ട് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഫസ്റ്റ് ഞാൻ അദ്ദേഹത്തിന് വോയിസ് അയച്ചത്, കാരണം ടൈപ്പ് ചെയ്യണ്ടേ, വലിയ പാടല്ലേ. ഞാൻ വോയിസ് അയച്ചത്. അപ്പോൾ വോയിസിന് റിപ്ലൈ വന്നത് അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല, അതുകൊണ്ട് ടെക്സ്റ്റായിട്ട് അയക്കാമോ എന്ന് ചോദിച്ചത്. അതും എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയി. കാരണം ഒന്നാമത് ഈ അസുഖത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത്. അതിൽ ആ ചെവിയും കൂടെ കേൾക്കില്ല എന്നും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. എല്ലാവരും, ഞാൻ ഈ ഫേസ്ബുക്കിൽ ഞാൻ ആരുടെ കമൻസൊക്കെ വായിച്ചിരുന്നു. എല്ലാവരും വാങ്ങിച്ചവരൊക്കെ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല പ്രൊഡക്റ്റാണ്, വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതിയത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് കൂടി ആണ് ഇത് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം എന്തൊക്കെ പ്രൊഡക്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് ചക്ക ഹൽവയുണ്ട്, ചക്ക ജാം, ചക്ക അച്ചാർ, ചക്ക പുട്ടുപൊടി, ചക്ക ചമ്മന്തി, ചക്ക വരട്ടി, ബിസ്ക്കറ്റ്, സ്ക്വാഷ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും അദ്ദേഹം ഡെലിവറി ചെയ്യുന്നുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ നമുക്ക് എല്ലായിടത്തും നമുക്ക് കിട്ടും. നിങ്ങൾ ആളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ നമ്പർ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. ഈ നമ്പർ ത്രൂ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടോ ഫേസ്ബുക്കിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ത്രൂ ആരെങ്കിലും കണ്ട് അവർ വാങ്ങിച്ചാൽ അത്രയും ഉപകാരമായില്ലേ. ഇപ്പോൾ ചിലർ പറയും എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ പറയും. ഞാൻ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കല്ല അല്ലെങ്കിൽ അവരത് ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്ത് പോയി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് തന്നെയാണ്. വാങ്ങിക്കാൻ പറ്റാത്തവർ ആ രീതിയിലും കൂടി ഒന്ന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക. വാങ്ങിക്കാൻ പറ്റുന്നവർ എന്തായാലും ഇതൊന്ന് വാങ്ങിക്കുക. മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. ചക്കയല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായവും കലർപ്പൊന്നും ഇല്ലാത്തെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് വിശ്വാസപൂർണ്ണമായ ചേരുവകൾ മാത്രം, തികച്ചും പ്രകൃതിദത്തമായ വിഭവങ്ങൾ, മായമില്ല, കലർപ്പില്ല, രാസപദാർത്ഥങ്ങളില്ല, ഒരിക്കൽ മാത്രം വാങ്ങി ഉപയോഗിച്ച് നോക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. കുറേ എണ്ണം വാങ്ങിക്കാനൊന്നും പറയില്ല കേട്ടോ, ഒരിക്കൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ വാങ്ങിച്ചാൽ പിന്നെ വാങ്ങിക്കുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരിക്കും, അതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് പറയട്ടെ, ഇതിൻ്റെ പാക്കേജിങ് അടിപൊളിയാട്ടോ.
നല്ല പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ നന്നായിട്ട് സെക്യൂർ, ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒട്ടും എയർ കിടക്കാതെ നല്ല പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ 1000 രൂപ ഞാൻ പറഞ്ഞത്. എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നില്ല, എല്ലാം കൂടെ ഉൾപ്പെടെയാണ് 1000 രൂപ വരുന്നത്. ഓക്കെ, അപ്പം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഐറ്റം ജാക്ക് ഫ്രൂട്ട് ക്രിസ്പ് എന്നാണ്. എനിക്കൊന്ന് ചക്ക വറുത്തതെന്നാണ് തോന്നുന്നു. നല്ല സെക്യൂർ ചെയ്ത കവർ കേട്ടോ, നല്ല എയർ ഒന്നും പോവാതെ. അടുത്തത് ജാക്ക് ഫ്രൂട്ട് പെപ്പർ കുക്കീസ് ബിസ്ക്കറ്റ്, ചക്കയുടെ ബിസ്ക്കറ്റാണിത്. അടുത്തത് പുട്ടുപൊടിയാണ്. അടുത്തത് ചക്ക വരട്ടി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടില്ല ഈ സാധനം. അടുത്തത് ജാക്ക് ഫ്രൂട്ട് ജാം. അടുത്തത് ചമ്മന്തി. അടുത്ത അച്ചാർ. ഇത് സ്ക്വാഷാണെന്ന് തോന്നുന്നു. സ്ക്വാഷ് നോക്കി എത്ര നല്ല രീതിയിൽ പാക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒപ്പം വെക്കാതെ അത് വേറെ തന്നെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത്, പാക്കേജിന് തന്നെ കഷ്ടപ്പാടുണ്ട് കേട്ടോ. സ്ക്വാഷ്, നമ്മൾ സ്ക്വാഷിൻ്റെ പോലത്തെ പൗഡർ, നമ്മൾ പൊടി കലക്കിയിട്ട് വെള്ളം എടുക്കില്ലേ, അതിങ്ങനത്തെ ചെറിയ പൊടി കലക്കുന്ന എൻ്റെ ഫേവറേറ്റ് ഐറ്റം അലുവ. ഇത് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അപ്പം ഞാൻ ഓരോന്നും പൊട്ടിച്ച് ഞാൻ പ്ലേറ്റിലാക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ തുറന്ന് പാത്രത്തിലൊക്കെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ ചക്ക വറുത്തതെന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ സാധാ ചക്ക വറുത്തതല്ല കേട്ടോ, നമ്മുടെ പഴഞ്ചക്ക വറുത്തതാണ്. നമ്മൾ പഴഞ്ചക്ക വറുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിസ്പി ആകാതിരിക്കില്ല, ഇത് പക്ഷെ നല്ല ക്രിസ്പിയാണ്. നല്ല മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വലുപ്പത്തിൽ, നമ്മൾ ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ, നല്ല വലുപ്പത്തിൽ തന്നെയാണ് വറുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇനി അടുത്തത് ബിസ്ക്കറ്റ് നോക്കട്ടെ. എല്ലാം കൂടെ ഒരു വായിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് സെപ്പറേറ്റ് കിട്ടില്ല. ഇതിൽ കുരുമുളക് പൊടിയുണ്ട്, എരിവുള്ള ബിസ്ക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കുരുമുളക് പൊടിയുടെ നല്ലൊരിത്. പക്ഷെ ചക്കയുടെ ആ ഒരു ഞാനിത് ടേസ്റ്റ് വരുന്നില്ല കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിപ്പോട്ടെ, ഞാൻ സ്ക്വാഷ് കുടിച്ചു നോക്കാം. അപ്പോൾ ഞാനെൻ്റെ ഈ കുപ്പിയിൽ നിന്ന് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്കപ്പഴം വെള്ളത്തിലിട്ട് കലക്കി കുടിക്കുന്ന അതേ ടേസ്റ്റ്, നല്ല കേട്ടോ. നമ്മൾ ഈ തേനൊക്കെ വെള്ളത്തിൽ കലക്കി കുടിക്കാമല്ലോ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. 3 എനിക്കിഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഏതാ, നമുക്ക് ചക്ക വരട്ടി നോക്കാം. ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ സംഭവം, ഞാൻ കഴിച്ചിട്ടില്ല. അല്ല, നമ്മുടെ ഒരു ജാമിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ്, ചക്കയുടെ ടേസ്റ്റ് നല്ല മുന്നേ നിൽക്കുന്നുണ്ട് ഇതിന്. നമുക്ക് ജാമ് നോക്കാം. ഇതെല്ലാം നല്ല സീൽഡ് പാക്കേജിങ് ആട്ടോ. നമുക്ക് ജാമ് നോക്കാം. അല്ല കേട്ടോ, ജാമ് ചക്കയുടെ അത്രയും ആ ഒരു കുത്തന ഒരു സ്മെൽ, ഒരു ടേസ്റ്റ് ഒന്നും വരുന്നത് ചക്കയുടെ നമുക്ക് മനസ്സിലാവും, കുറച്ച് തരിതരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നല്ല നമ്മുടെ ബ്രെഡിനോടൊക്കെ കൂടുതൽ നല്ല. റേറ്റ് പറയാട്ടോ ഇനി എത്രയാന്ന്. 100 രൂപ കേട്ടോ, ഒരു 300 ഗ്രാം 100 രൂപ. നമ്മൾ പിന്നെ എന്തായിരുന്നു, നമ്മൾ സ്ക്വാഷിന് മാത്രം വരുന്നത് 150 രൂപ, 500 ml ആണ്. പിന്നെ പുട്ടുപൊടിയുടെ വരുന്നത് 60 രൂപ 500 ഗ്രാമിൻ്റെ.
പിന്നെ ഇത് 40 രൂപ. എത്ര ഗ്രാമാണ്? 100 ഗ്രാം നമ്മുടെ ബിസ്ക്കറ്റ്, നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ചക്ക വറുത്തത്. 80 രൂപ കേട്ടോ, 50 ഗ്രാം. നമ്മുടെ ചക്ക വരട്ടിക്ക് 250 ഗ്രാം 100 രൂപ. നമുക്ക് ചമ്മന്തിപ്പൊടി നോക്കാം. ഇതിന് എത്ര റേറ്റ്? ഇതിന് 90 രൂപയാണ്, 150 ഗ്രാമാണ് കേട്ടോ. അത്യാവശ്യം എരിവും നല്ല പുളിയൊക്കെ ഉണ്ട്. പുളി നല്ല മുന്തി നിൽക്കുന്നുണ്ട്. പുളി രസമുണ്ട്. ഇനി നമുക്കിത് അച്ചാർ. ഞാൻ അത്ര അച്ചാർ പ്രിയക്കാരിയല്ല. ഇത്ര സീൽ ചെയ്തിട്ട് വെക്കുന്നിട്ട് കൂടി എന്നിട്ട് ആളൊരു പ്ലാസ്റ്റിക് കവറിൽ സെപ്പറേറ്റ് ഒന്നും കൂടി പൊതിഞ്ഞിട്ടൊക്കെ ആട്ടോ പൊതിഞ്ഞ് തന്ന് നമുക്ക് തരുന്നത്. അല്ല കേട്ടോ, അച്ചാർ നല്ല. ഞാൻ അത്ര അച്ചാർ പ്രിയ അല്ലാത്തതുകൊണ്ട് എനിക്കത്ര പെടുത്തില്ല. പക്ഷെ സംഭവം നല്ല ഇച്ചിരി എരിവുണ്ട്. അപ്പോൾ നമുക്ക് ഹൽവ തിന്നാം. സൂപ്പറാട്ടോ, വളരെ അടിപൊളി. അവർക്ക് ചക്കയുടെ ആ ഒരു ടേസ്റ്റും ഒന്നും വരുന്നില്ല. ചെറുതായിട്ട് കണ്ട്, പക്ഷെ ആ ഒരു അധികം ചക്കയുടെ ഒരു ടേസ്റ്റ് വരുന്നില്ല. സൂപ്പറാണ്. അപ്പോൾ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യില്ല. പിന്നെ ചക്ക പുട്ട്, ഞാനിപ്പോൾ പുട്ടുണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. 500 ഗ്രാം ചക്കപ്പുട്ടുപൊടിയിൽ 350 മില്ലി ചെറു ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കട്ട പിടിക്കാതെ നന്നായി യോജിപ്പിക്കുക. 15 മിനിറ്റിന് ശേഷം സൂക്ഷിച്ച് വെച്ച ശേഷം പുട്ട് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. ബാക്കിയെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തില്ലേ, ബാക്കിയെല്ലാം ടേസ്റ്റ് ചെയ്തു. സൂപ്പറാട്ടോ, ഒന്നും മോശം പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കും കേട്ടോ. കാരണം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം വരില്ല, ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെങ്ങനെയാണോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്രിസ്പി ആയിട്ട് എടുക്കുന്നത്? സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഇത് വാങ്ങിക്കുക. നിങ്ങൾ മുടക്കുന്ന 1000 രൂപയ്ക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു 10,000 രൂപയുടെ വാല്യൂ ഉണ്ടാവും കേട്ടോ. മാത്രമല്ല നമ്മളിപ്പോൾ നോക്കിയ ഒരു അംഗവൈകല്യമോ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. അദ്ദേഹം അത്രയും സർജറികളും അത്രയും വേദനകളും സഹിച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കൈ നീട്ടുകയല്ലല്ലോ ചെയ്തത്. ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാമെന്നല്ല ചോദിച്ചത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലും വെച്ച് നോക്കാൻ നമുക്ക് വീട്ടിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡല്ലേ. അപ്പോൾ എന്തായാലും വാങ്ങിക്കുക കേട്ടോ. എല്ലാവരും പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. ഞാനത് വാങ്ങിച്ചു. അതുപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക്. ഇപ്പോൾ കൊറോണയല്ല, ഞാൻ ആരും നിർബന്ധിക്കുകയല്ല പറയുക. അപ്പോൾ എല്ലാവരുടെ അവസ്ഥ അതാണ്, സിറ്റുവേഷൻ അതാണ്. അപ്പോൾ പറ്റിയില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആരുടെയെങ്കിലും കയ്യിലെത്തുമ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ സഹായമാവുമല്ലോ. അപ്പം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം നമ്പർ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾക്ക് ആ നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ആ കുട്ടികൾക്കും അത് ഒരു വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം അദ്ദേഹത്തിനോട് ഒരുപാട് എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അദ്ദേഹത്തിന്. കാരണം ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഇങ്ങനൊരു വരുമാന മാർഗം കൊണ്ട് ജീവിക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.